നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് നടന്ന അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യവും അതിൻ്റെ ഉത്തരവുകളുമാണ്. ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ കന്നഡയിലായിരുന്നു. 41ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എംഫിസിമ എന്ന ശ്വാസകോശ രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ത്? ശ്വാസകോശ രോഗത്തിൻ്റെ പ്രധാന കാരണം പുകവലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആവരണമാണ്? മെനിഞ്ചസ് ഏതിൻ്റെയാണ്? തലച്ചോറിൻ്റെ ആവരണമാണ് മെനിഞ്ചസ്. മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ B12. ഭൂഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവപ്രദേശത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ് ഏറ്റവും തരംഗദൈർഘ്യം കുറവ്? ഗാമ രശ്മികൾക്ക്. നിശ്ചിത അകലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു? എന്താണ്? ബലവും ഇരട്ടിയാകുന്നു. മാസ് ഇരട്ടിയാവുമ്പം ബലവും ഇരട്ടിയാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹം ഏതാണ്? ആൻസർ കോപ്പറാണ്. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആകുന്നു. ഈ മൂലകത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം എന്താണ്? 49. എന്താണ്? 2ാം പീരീഡ് 18ാം ഗ്രൂപ്പ്. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 18. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ശരിയാണ്. 1863 കല്ലുമാല സമരം നടത്തി. ശരിയാണോ? 1915 കല്ലുമാല സമരം. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. 1, 3, 4 വരുന്ന ഏതാണ്? ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം. ശരിയാണ്. മന്നത്ത് പത്മനാഭൻ, സമത്വ സമാജം. അത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? അദ്വൈത ചിന്താപദ്ധതി. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ചു. പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനല്ല. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകി. എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. ഏതാണ്? 1 തെറ്റല്ലേ? 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദരുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പു. തുവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ.
താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? പെരുന്നാട് ലഹള നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആരെ പറ്റിയിട്ടാണ്? അയ്യങ്കാളിയല്ലേ. ബാക്കി 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? 3ഇല്ല. 1, 2, 4. ആൻസർ ബി. വൈക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. അൽ ഇസ്ലാം എന്ന ജേർണൽ പുറത്തിറക്കി. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1910-ലല്ല. അപ്പം 1, 2, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ യാചനായാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? യാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. കുമാരഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, തൈക്കാട് അയ്യാസ്വാമി. ഏതാണ് വരുന്നത്? കുമാരഗുരു പ്രത്യക്ഷ രക്ഷാദൈവസഭ, പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, തൈക്കാട് അയ്യാസ്വാമി ശൈവപ്രകാശ സഭ. അപ്പോൾ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി മലയാളമാണ്. 61 മുതൽ. ഏതാണ്? അനുരഞ്ജനം. ആദ്യം ഞായും പിന്നെ ജായും വരുന്ന അനുരഞ്ജനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. കാണാത്ത കഴിവുകൾ കൂടി. ഓപ്ഷൻ ബി ആണ് ശരി. വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാ? പൂജക ബഹുവചനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. നെല്ലിപ്പല കാണുകയല്ല, ഭഗീരഥ പറയുന്നല്ല. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നാണ് പഴഞ്ചൊല്ല്. തെറ്റായ പദം കണ്ടെത്തുക. അനുഷ്ഠാനം. ഏതാണ്? അനുഷ്ഠാനം. ചേർത്തെഴുതുക. വാക്ക് അധികം ധോരണി. വാഗ്ധോരണിയാണ്. ഗായാവും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പുത്രൻ, തനയൻ, ആത്മജൻ, സ്നുഷ. ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. വിയോഗം സംയോഗം. പിരിച്ചെഴുതുക. വെഞ്ചാമരം. വെൺ അധികം ചാമരം. വെഞ്ചാമരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക. ഏതാണ് പുഷ്പം? ഏതാണ്? സൂനം പുഷ്പം. ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. വലിയ വ്യത്യാസം. അത് അജഗജാന്തരം. മഹാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. മഹാൻ, മഹതി. എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഏതാണ്? ഐ ആം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഗ്രഹിച്ചെഴുതുക. സ്നേഹ സമ്മാനം. എങ്ങനെയാണ്? സ്നേഹത്താലുള്ള സമ്മാനം. വാക്യം ചേർത്ത് എഴുതുക. ശക്തിക്കനുസരിച്ച്. ശക്തിക്ക് ഒറ്റ വാക്യം എഴുതാനാണ്. ശക്തിക്കനുസരിച്ച് യഥാശക്തി. കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൃഷിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്.
ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഏതാണെന്ന് കണ്ടെത്തുക. വിഹഗമാണോ? അല്ല. അയനം, അടവി, വ്യോമം. വ്യോമഗതാഗതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വ്യോമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് സ്ഥായീഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക. സ്ഥായീഭാവം സ്ഥിരമായ ഭാവം. കുയിൽ. കുയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഏതാണ് കുയിലിൻ്റെ പര്യായ പദം? കോകിലമാണ്, പികവാണ്, വാജി. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് വിൽ ഇൻ ദി സെൻറ്റൻസ്. വേർ there is a will, there is a way. Where there is a will, there is a wayക്കകത്ത് will എന്ന് പറയുന്നത് ഏതാണ്? എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. നൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The students of this class dash hard. എന്താണ്? സ്റ്റുഡൻസ് വരുമ്പം പ്ലൂറലാണ്. അപ്പം വർക്ക്. സ്റ്റുഡൻ്റ് എന്നായിരുന്നെങ്കിലോ? സ്റ്റുഡൻ്റ് എന്നായിരുന്നെങ്കിലോ? വർക്ക്സ്. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം വർക്കാണ്. നെക്സ്റ്റ്. ലെറ്റ് സ്റ്റാർട്ട് അവർ പ്രോഗ്രാം നൗ ഇറ്റ് സെൽഫ്. ക്വസ്റ്റ്യൻ്റെ ആണ്. ലെറ്റ്സ് വരുമ്പോൾ ഷാൽ വി. ഷീ ഹാസ് ബീൻ ഡാഷ് ടു വിൻ her manager's favor since she joined the company. ഹാസ് ഉണ്ട്, ബീൻ ഉണ്ട്, സിൻസ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? ട്രൈ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്. ഇഫ് ഇറ്റ് ഡാഷ് വി മേ ഹാവ് ടു കോൾ ഓഫ് ദി മാച്ച്. ഏതാ? 85 ഒന്നുമില്ല. നൺ ഓഫ് ദിസ് ആണ് വരുന്നത്. 86. Dash means the noblest work of God. An honest man is the noblest work of God. Our new office is capable dash handling 100 customers per hour. ഏതാണ്? Capable of. He scored good mark in examination dash he did not study well. ഏതാണ്? although. I am not going to school today because my mother is not well. Choose the suitable question to get this sentence as answer. ഏതാണ്? Why are you not going to school today? Next question. Had he been educated properly, his life would have been better. Comment on the sentence. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന്? എല്ലാം ശരിയാണ്. Next question. Choose the plural form of the word index from the following. ഇൻഡെക്സിൻ്റെ പ്ലൂറൽ indices. Which of the following is the feminine gender of the word drove? Drove ഏതിൻ്റെ feminine gender ആണ്? bead. Pick out the correctly spelled word from the following. ട്യൂഷൻ്റെ സ്പെല്ലിംഗ് ഏതാണ്? TUITION. What is the collective name used for a group of soldiers? പട്ടാളക്കാരുടെ കൂട്ടത്തിനെ പറയുന്നത് regiment. Choose a synonym for the word blasphemous from the word given below. ഏതാണ്? profane. Pick out the plural verb with the meaning distribute. Distribute എന്ന മീനിങ് വരുന്ന ഏതാണ്? give away. Choose the correct naming of the idiom let the cat out of the bag. എന്ന് വെച്ചാൽ എന്താണ്? ഒരു രഹസ്യം പരസ്യമാക്കുക. to reveal the
secret. Fill in the blanks with the appropriate word. His mother did not attend any school. She is dash. ഏതാണ്? illiterate. Which of the following is the antonym of the word confess? കൺഫസിൻ്റെ ആൻറ്റോണിം ഏതാണ്? ഡിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ വൺ വേർഡ് വിച്ച് മീൻസ് ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ. വൺസ് ഡ്യൂട്ടീസ് വെൽ ഏതാണ്? എഫിഷ്യൻറ്റ്. താങ്ക് യു.